നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലത്ത് ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. LDF നഗരസഭ ഭരണസമിതി നിലമ്പൂർ നഗരസഭയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി ആരംഭിച്ച ഫിസിയോതെറാപ്പി സെന്റർ പുതിയ ഭരണസമിതി 7 മാസമായി അടച്ചു പൂട്ടിയിരിക്കുകയാണെന്ന് LDF മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം. വനം വന്യജീവി വകുപ്പ് നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് സമാപനമായി. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കി മാറ്റണമെന്ന് ആര്യൻ ഷൗക്കത്ത് MLA. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടേ പ്രകൃതിക്ഷോഭങ്ങളെ തടയാനാവൂ എന്നും MLA. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ 1.5 മാസമായി അബോധാവസ്ഥയിൽ കഴിയുന്നു. നിലമ്പൂർ ഏനാന്തി വെന്തൊടിക ഷഹീറാണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കനത്ത മഴ പെയ്തതോടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മൊടപ്പൊയ്ക റിംഗ് റോഡിൽ രൂപപ്പെട്ട കടുത്ത വെള്ളക്കെട്ട് മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ദിവസേന 15ഓളം വിദ്യാർത്ഥികളാണ് ഈ റോഡിനെ ആശ്രയിച്ച സ്കൂളിലേക്ക് പോകുന്നത്. വാർത്തകൾ വിശദമായി. മഴക്കാലത്ത് ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നതിനായി നഗരസഭ അടിയന്തര കൗൺസിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. മഴക്കാല ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, കൺട്രോൾ റൂം പ്രവർത്തനം, ശുചീകരണ പ്രവർത്തനങ്ങൾ, വെള്ളക്കെട്ട് ഒഴിവാക്കൽ, ദുരിതാശ്വാസ സംവിധാനങ്ങൾ, കുടിവെള്ള വിതരണം, ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എല്ലാ വകുപ്പുകളും ഏകോപിതമായി പ്രവർത്തിക്കുവാനും അടിയന്തര സാഹചര്യങ്ങളിൽ ദ്രുതഗതിയിലുള്ള ഇടപെടലുകൾ നടത്തുവാനും യോഗം നിർദ്ദേശിച്ചു. ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ കുമ്മഞ്ചേരി ഷൗക്കത്ത് അലി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മുസ്തഫ കളത്തുംപടിക്കൽ, മുംതാസ് ബാബു, സുരേഷ് പാത്തിപ്പാറ, മേരീസ് ഷിബു, സ്മിത മോൾ, നഗരസഭാ സെക്രട്ടറി ഫിറോസ് ഖാൻ, വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് ഡോക്ടർ പി ജലാലുദ്ദീൻ, KCB എഞ്ചിനീയർ, PWD എഞ്ചിനീയർ അനീഷ് P, ഇറിഗേഷൻ എഞ്ചിനീയർ ഫായിസ്, ഫോറസ്റ്റ് ഓഫീസർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ ബാബുരാജ്, വാട്ടർ അതോറിറ്റി AE HI അഞ്ജന P, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ യു നരേന്ദ്രൻ, മിൻസൺ ഗോൺസാഗ, കൗൺസിലർമാർ, തെരുവ് കച്ചവടക്കാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. LDF നഗരസഭാ ഭരണസമിതി നിലമ്പൂർ നഗരസഭയിലെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായി ആരംഭിച്ച ഫിസിയോതെറാപ്പി സെന്റർ പുതിയ ഭരണസമിതി 7 മാസമായി അടച്ചു പൂട്ടിയിരിക്കുകയാണെന്ന് LDF മുനിസിപ്പൽ കൺവീനർ കക്കാടൻ റഹീം. ഭിന്നശേഷി വിഭാഗത്തിലെ കുട്ടികൾക്കായി നടത്തിയിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾക്ക് LDF ഭരണസമിതിയുടെ കാലത്ത് വിവിധ പ്രവർത്തനങ്ങളാണ് നടത്തിയിരുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭിന്നശേഷി സൗഹൃദ നഗരസഭയ്ക്കുള്ള പുരസ്കാരം കൂടി നേടിയ നഗരസഭയായിരുന്നു നിലമ്പൂർ നഗരസഭ. ഈ നഗരസഭയിലെ വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ അന്നത്തെ ഭരണസമിതി ആരംഭിച്ചത്. എന്നാൽ 7 മാസമായി പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഈ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ അടച്ചിട്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഈ വിഭാഗങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെയാണ് ഇന്ന് ആശ്രയിക്കുന്നത്. 500-600 രൂപ ഫീസ് ഈടാക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോകാൻ കഴിയാതെ ഫിസിയോതെറാപ്പി ചെയ്യാൻ കഴിയാത്ത പരാതി വിവിധ രക്ഷിതാക്കളിൽ നിന്ന് ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് ഇത് തുറക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭയ്ക്ക് മുമ്പാകെ പരാതികൾ ഉന്നയിച്ചത്. എന്നാൽ ഈ മേഖലയ്ക്ക് കടന്നു വരാൻ തിരിഞ്ഞു നോക്കാൻ നഗരസഭ തയ്യാറാകുന്നില്ല. ഇത് തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇടപെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം വാങ്ങി സേവനം ചെയ്യുന്ന സ്വകാര്യ ഫിസിയോതെറാപ്പി സെന്ററുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ഭരണസമിതി ഈ സൗജന്യ ഫിസിയോതെറാപ്പി സെന്റർ അടച്ചിട്ടിരിക്കുന്നത്. നിരാലംബരായ പാവങ്ങളെ ദുരിതത്തിലാക്കുന്ന നഗരസഭാ ഭരണസമിതിക്കെതിരെ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണെന്ന് കക്കാടൻ റഹീം പറഞ്ഞു.
വനം വന്യജീവി വകുപ്പ് നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ആഘോഷങ്ങൾക്ക് സമാപനമായി. നിലമ്പൂർ കനോലി എക്കോ ടൂറിസം സെന്ററിൽ നടന്ന സമാപന ചടങ്ങുകളുടെ ഭാഗമായി പ്രകൃതി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. വൃക്ഷത്തൈ വിതരണം, ചിത്ര പ്രദർശന സമർപ്പണം, സർട്ടിഫിക്കറ്റ് വിതരണം എന്നിവയും ചടങ്ങുകളുടെ ഭാഗമായി നടത്തി. നോർത്ത് ഡിവിഷൻ DFO P ധനേഷ് കുമാർ IFS അധ്യക്ഷത വഹിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് ഗിരിജ ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണവും വൃക്ഷത്തൈ വിതരണവും നടത്തി. ACF അനീഷ സിദ്ദിഖ്, V ബിജേഷ് കുമാർ, P ഷെരീഫ്, P സൂരജ്, MN ഷംനാസ്, P വിമൽ, സോണിയ, പരിസ്ഥിതി പ്രവർത്തകൻ ബാലകൃഷ്ണൻ, NDRF കമാൻഡന്റ് CA സുജിത് തുടങ്ങിയവർ സംസാരിച്ചു. അരുൺ K നായർ സ്വാഗതവും SS വിനോദ് നന്ദിയും പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം ജീവിതശൈലിയാക്കി മാറ്റണമെന്ന് ആര്യടൻ ഷൗക്കത്ത് MLA. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിക്ഷോഭങ്ങളെ തടയാനാവൂ എന്നും MLA. വനവകുപ്പിന്റെ പരിസ്ഥിതി ദിന ആഘോഷങ്ങളുടെ സമാപനവും പ്രകൃതി ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസും കനോലി എക്കോ ടൂറിസം സെന്ററിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ നോർത്ത് DFO P ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വനമിത്ര പുരസ്കാര ജേതാവ് ഗിരിജ ബാലകൃഷ്ണൻ ആര്യടൻ ഷൗക്കത്ത് MLAക്ക് വൃക്ഷത്തൈ വിതരണം ചെയ്തു. കോഴിക്കോട് ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO VP ജയപ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി. നിലമ്പൂർ നോർത്ത് ACF അനീഷ സിദ്ദിഖ് ചിത്രപ്രദർശന സമർപ്പണം നടത്തി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ V ബിജേഷ് കുമാർ, P ഷെരീഫ്, P സൂരജ്, MN ഷംനാസ്, P വിമൽ, വിങ്സ് ആർട്സ് ആൻഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ സോണിയ, ബാലകൃഷ്ണൻ, SS വിനോദ് എന്നിവർ സംസാരിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ സന്നദ്ധ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ദുരന്ത നിവാരണ പരിശീലനവും നൽകി. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ യുവാവ് ആശുപത്രിയിൽ 1.5 മാസമായി അബോധാവസ്ഥയിൽ കഴിയുന്നു. നിലമ്പൂർ ഏനാന്തി വെന്തൊടിക ഷഹീർ ആണ് പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത്. ഭാര്യയും 9ഉം 1.5 വയസ്സുള്ള 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഷമീർ. ഭാര്യയും 9ഉം 1.5 വയസ്സുള്ള 2 മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ അത്താണിയാണ് ഷമീർ. പകൽ ഓട്ടോ ഓടിച്ചും രാത്രി മുക്കട്ടയിൽ മത്സ്യ സ്റ്റാളിൽ ജോലി ചെയ്തുമാണ് കുടുംബം പുലർത്തിയിരുന്നത്. ഏപ്രിൽ 30-ന് റോഡരികിൽ ഓട്ടോ നിർത്തി സ്റ്റാളിൽ ജോലിക്ക് കയറുവാൻ റോഡ് മുറിച്ച് കടക്കവേ അമിത വേഗതയിൽ വന്ന കാർ ഷമീറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ജില്ലാ ആശുപത്രിയിൽ പ്രഥമ ചികിത്സ നൽകി. തലയ്ക്ക് ക്ഷതമേറ്റതിനാൽ വിദഗ്ധ ചികിത്സയ്ക്ക് പെരിന്തൽമണ്ണ ആശുപത്രിയിൽ എത്തിച്ചു. 3 തവണ മസ്തിഷ്ക ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. വെന്റിലേറ്റർ ICU പരിചരണത്തിൽ ആരോഗ്യനില മെച്ചപ്പെട്ട് മുറിയിലേക്ക് മാറ്റിയെങ്കിലും ബോധം തെളിഞ്ഞില്ല. കർഷക ദമ്പതികളായ കുഞ്ഞലവിയുടെയും ആയിഷയുടെയും മകനാണ് ഷമീർ. കുഞ്ഞലവി സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. കിടപ്പാടം, കൃഷിഭൂമി, സ്വർണ്ണാഭരണങ്ങൾ എന്നിവ ഈടുവെച്ച് 10 ലക്ഷം രൂപ വായ്പ വാങ്ങി ചികിത്സയ്ക്ക് ചെലവഴിച്ചു. സുമനസുകൾ സഹായം നൽകി. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണ്ടറിഞ്ഞ ആശുപത്രി അധികൃതർ സാധ്യമായ ഇളവ് നൽകി. 2 ലക്ഷം രൂപ അടയ്ക്കുവാനുണ്ട്. ഷമീറിനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ തുടർ ചികിത്സയ്ക്ക് ഇനിയും പണം വേണ്ടതുണ്ട്. 8113111737 ബാങ്ക് ഓഫ് ബറോഡ ശാഖയിൽ കുഞ്ഞലവിയുടെയും ആയിഷയുടെയും പേരിലുള്ള അക്കൗണ്ട് നമ്പർ 688100000052 IFC BAR BOV JNILA. കനത്ത മഴ പെയ്തതോടെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മുടപ്പൊയ് കാറിംഗ് റോഡിൽ രൂപപ്പെട്ട കടുത്ത വെള്ളക്കെട്ട് മൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ദുരിതത്തിൽ. ദിവസേന 15ഓളം വിദ്യാർത്ഥികളാണ് ഈ റോഡിനെ ആശ്രയിച്ച സ്കൂളിലേക്ക് പോകുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തുടരുന്ന വെള്ളക്കെട്ട് കാരണം കുട്ടികൾക്ക് സുരക്ഷിതമായി റോഡിലൂടെ നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പലപ്പോഴും മുട്ടോളം വെള്ളത്തിലൂടെ നടക്കേണ്ടി വരുന്നത് കുട്ടികളുടെ യൂണിഫോമും പുസ്തകങ്ങളും നനയുവാൻ കാരണമാകുന്നു. ചെറിയ കുട്ടികൾ വെള്ളത്തിൽ വീണ് പരിക്കേൽക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സ്വാഭാവിക ജല ഒഴുക്ക് തടസ്സപ്പെട്ടത് വിനയായി. റോഡിന്റെ താഴ്ഭാഗത്തുള്ള സ്ഥലങ്ങളിൽ മണ്ണ് നിറച്ച് നികത്തിയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വർഷങ്ങളായി ഉണ്ടായിരുന്ന സ്വാഭാവിക ജല ഒഴുക്ക് തടസ്സപ്പെട്ടതോടെയാണ് നേരിയ മഴയിൽ പോലും റോഡിൽ വലിയ തോതിൽ വെള്ളം കെട്ടിക്കിടക്കുവാൻ തുടങ്ങിയത്. തങ്ങളുടെ യാത്രാ ദുരിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട വിദ്യാർത്ഥികൾ ഒപ്പിട്ട പരാതി പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും സമർപ്പിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും വേഗം സ്ഥല പരിശോധന നടത്തി തടസ്സപ്പെട്ട ജല ഒഴുക്ക് പുനഃസ്ഥാപിക്കാനും കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുവാനും നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും ആവശ്യം. ഇല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഫുട്ബോൾ ലോകകപ്പ് ആവേശത്തിന് മാറ്റുകൂട്ടി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് ഉയർന്നു. വഴിക്കടവ് KMG റോഡിനോട് ചേർന്ന മുണ്ടയിലാണ് ബ്രസീൽ ആരാധകർ ഈ കൂറ്റൻ ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്.
കേരളത്തിലെ തന്നെ ഏറ്റവും നീളമേറിയ ഫ്ലെക്സ് പ്രചാരണ ബോർഡാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ഫ്ലെക്സ് ബോർഡുകളിൽ ഒന്നാണ് ഇതെന്നാണ് ഇതിന്റെ സംഘാടകർ അവകാശപ്പെടുന്നത്. മുണ്ടയിലെ ജാസ് മുണ്ട ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. 400 അടി നീളവും 12 അടി ഉയരവുമുള്ള ഈ ഫ്ലെക്സ് ബോർഡ് നിർമ്മിക്കുന്നതിനായി 2 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നിട്ടുള്ളത്. പ്രദേശത്തെ ബ്രസീൽ ആരാധകരും പ്രവാസികളും കൈകോർത്താണ് ഇതിനുള്ള തുക കണ്ടെത്തിയത്. അർജന്റീനക്കാരെ ഞങ്ങളെ വെല്ലുവിളിച്ചു. 350 വെക്കുമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പോലെ ഞങ്ങളെ വെല്ലുവിളിച്ചു. ഇതിൻ്റെ മേലേക്ക് വെക്കാനുള്ള ആൺകുട്ടികൾ ഈ മുണ്ടങ്ങാടിയിൽ ഉണ്ടെങ്കിൽ വെച്ച് കാണിച്ച് തരീന്ന് ഞങ്ങളോട് പറഞ്ഞു. ഫസ്റ്റ് പണി തുടങ്ങിയത് അവരാണ്, കാല് കുഴിച്ചിട്ടത് അവരാണ്. എല്ലാ പണിയും തീർത്തിട്ട് പണി തീർന്നിട്ട് ഏകദേശം ഒരു 2 ആഴ്ചയോളമായി. ഞങ്ങൾ ഒരു 5 ദിവസം കൊണ്ട് എല്ലാ പണിയും തീർത്ത് ഫ്ലെക്സ് ഇവിടെ 400ൻ്റെ ഫ്ലെക്സ് ഇവിടെ വെച്ച് കാണിത് അവിടെ കാട്ടി കൊടുത്തിക്കണേ. വെല്ലുവിളിക്ക് ഞങ്ങൾ സ്വീകരിച്ച് നല്ല അടിപൊളിയായിട്ട് ഇവിടെ വെച്ച് കാണിച്ചു കൊടുത്തിക്കണേ. ഇനി ഇതിന്റെ മേലക്കിണ്ട് വെക്കട്ടെ. ഇത് നീട്ടി കൊണ്ടുപോകാൻ ഇനി ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ഒരുപാട് സ്ഥലം. ഇതിങ്ങനെ വളച്ച് റൗണ്ടാക്കി കറക്കി കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ ഞങ്ങളെ മാരില്ല സ്പേസ് ഞങ്ങൾക്ക് കിട്ടാല്ല ഇത് വെക്കാൻ. ഇതിന്റെ വലുത് വെച്ചാൽ ഞങ്ങള് വാശി കയറ്റിയ ഞങ്ങൾ വെക്കും. അതായത് വേൾഡ് കപ്പിന്റെ അതെ, മലപ്പുറം ജില്ലയിലെ എടക്കര മുണ്ട എന്ന് പറഞ്ഞ സ്ഥലമാണിത്. വാശി കയറ്റിയ വാശിക്ക് ഒട്ടും കുറവില്ലാത്ത ആൾക്കാരാണ് എല്ലാവരും. വേൾഡ് കപ്പിന്റെ സകലമാന റെക്കോർഡ് ബ്രസീലിന്റെ പേരിക്ക. അതേമാതിരി ഈ ഫ്ലെക്സിന്റെ റെക്കോർഡ് ഞങ്ങൾ നോക്കി. വിവാ ബ്രസീൽ. നിരവധി ആളുകളാണ് വഴിക്കടവിലെ ഈ പുതിയ ഫുട്ബോൾ വിസ്മയം കാണുവാനായി ഇപ്പോൾ എത്തിച്ചേരുന്നത്. ലോകകപ്പ് ആവേശം കൊടുമ്പിരി കൊള്ളവേ കട്ട ആരാധകർ തമ്മിലുള്ള വാശിയേറിയ മത്സരത്തിന് വീണ്ടും പുതിയ അധ്യായം. ആദ്യം 350 അടിയുടെ ഫ്ലക്സ് വെക്കാൻ തീരുമാനിച്ചിരുന്ന അർജന്റീന ആരാധകരെ ബ്രസീൽ ആരാധകർ 400 അടിയുടെ ഫ്ലക്സ് വെച്ച് വെല്ലുവിളിച്ചതോടെയാണ് പുതിയ വാശിക്ക് തുടക്കമായത്. തങ്ങളുടെ ഈഗോയെ തൊട്ടുകളിച്ച ബ്രസീൽ ആരാധകർക്ക് കൃത്യമായ മറുപടി നൽകുവാൻ ഒരുങ്ങുകയാണ് അർജന്റീന ഫാൻസ്. വെല്ലുവിളി പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളെ ഈഗോമ തൊട്ട് കളിച്ചു. ഇവിടെ 400 വെച്ചാൽ ഞങ്ങൾ ഇവിടെ 600 വെക്കും. ഞങ്ങൾ ഈ വെച്ച സാധനം പൊളിച്ചാണ്ടാണ് 350 അത് ഞങ്ങൾ പൊളിച്ചാണ്ട് ഇപ്പോൾ ഇവിടെ 600 കയറ്റം നിൽക്കുകയാണ്. 600+. ഇവിടെ ഞങ്ങളൊരു മിനി മ്യൂസിയം വരെയാക്കും അർജന്റീനന്റെ. നേരത്തെ സ്ഥാപിച്ച ഫ്ലെക്സുകൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റി ഒറ്റയടിക്ക് 600 അടിയിൽ പുതിയൊരു അർജന്റീന മ്യൂസിയം നിർമ്മിക്കുവാനാണ് ആരാധകരുടെ തീരുമാനം. വെറുമൊരു ഫ്ലെക്സ് നീട്ടി സ്ഥാപിച്ച് നീളം കൂട്ടുകയല്ല, മറിച്ച് വ്യത്യസ്തമായ ഒരു മ്യൂസിയം ഒരുക്കുവാനാണ് ലക്ഷ്യമെന്ന് അർജന്റീന ആരാധകർ വ്യക്തമാക്കി. നമ്മൾ അർജന്റീനയുടെ നമ്മളോട് ഫസ്റ്റ് ഈ കാൽനാട്ടുകർമ്മം ഇതൊക്കെ നടത്തിയ ഇവിടെ അർജന്റീനയാണ്. നമ്മൾ ബ്രസീലിന്റെ ആ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അർജന്റീന ഒന്നും കൂടി വിപുലമായി വലുതാക്കി വെക്കാന്നില്ലാണ് ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തു. അർജന്റീന ഫാൻസ് മുണ്ടയിലെ എല്ലാ ആളുകളും അത് പുറത്തിലെ ആളുകളൊക്കെ വന്ന് വീക്ഷിക്കുന്നുണ്ട്. അതുപോലെ പത്രമാധ്യമങ്ങൾ ചാനലൊക്കെ വന്ന് ഇതൊക്കെ എടുത്തു പോയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഇപ്പോൾ ഈ വെക്കണത് മൊത്തം അഴിച്ച് രണ്ടാമത് വിപുലമായിട്ട് വലുതാക്കി ഏകദേശം ഒരു 600+ ഞങ്ങൾ നീങ്ങുകയാണ്. അതിൻ്റെ ഒരു നമ്മൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ അർജന്റീന ഫാൻസാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിലപാടിൽ നമ്മൾ വെക്കും. ഒരാൾക്കും നമ്മൾ വിട്ടുകൊടുക്കില്ല. അത് വേൾഡ് ചരിത്രം അടങ്ങനെ ഒരു ഫ്ലക്സ് ആണ് നമ്മൾ വെക്കാൻ പോകുന്നത്. 600 വെച്ചാൽ ഞങ്ങൾ അതിന്റെ മുകളിൽ വെക്കും. ഇവിടെ വരാൻ പോകുന്നത് വേൾഡ് റെക്കോർഡാണ്. വേൾഡ് റെക്കോർഡാണ്. ഇനി 600+ ആക്കിയാൽ ഞങ്ങൾ 700+ ആക്കും. എത്രത്തോളം വെക്കുന്നു അത്രത്തോളം ഞങ്ങൾ കിട്ടും. ഒരു പ്രൊജക്ട് വെച്ചാണ്ട് സൗഹൃദമായിട്ട് കളി കാണുന്നത്. അവിടെ നമ്മൾ അങ്ങാടി തന്നെ പ്രൊജക്ട് വെച്ചാണ് കളി കാണുന്നത്. ഫാൻ ഫൈറ്റ് മാത്രം തൊട്ട് അത് ഞങ്ങൾക്ക് പറ്റിയില്ല. അതെ, അത് മാത്രമേ ഉള്ളൂ. ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ സജീവമായി പുരോഗമിക്കുകയാണ്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ 18 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി യുവാവ് പിടിയിലായി. മദ്യം കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടർ കസ്റ്റഡിയിലെടുത്തു. പെരകമണ്ണ തൂവക്കാട് വീമ്പുങ്ങൽക്കണ്ടി സുധീഷിനെയാണ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ TH ഷഫീഖ് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ മിൽമ ചില്ലിംഗ് പ്ലാന്റിന് മുൻപിൽ വെച്ച് വൈകിട്ട് 5:50 സംഭവം. അരുവാക്കോട് ബേവ്കോ ചില്ലറ വിൽപ്പന കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് മൊഴി. മൊത്തം 36 കുപ്പി മദ്യമുണ്ട്. AEI K ശ്രീകുമാർ, സിഒമാരായ രാകേഷ് ചന്ദ്രൻ, K രാകേഷ്, KM ഇർഷാദ്, എബിൻ സണ്ണി എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത്. അനുവദനീയമായ അളവിൽ കൂടുതൽ മദ്യം കൈവശം വെച്ചതിന് മുൻപ് 2 തവണ പ്രതി എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിട്ടുണ്ട്. സുധീഷിനെ കോടതിയിൽ ഹാജരാക്കും. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം AKPA ഭവനിൽ വെച്ച യൂണിറ്റ് ഭാരവാഹികൾക്കുള്ള നേതൃത്വ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മുൻ സംസ്ഥാന സെക്രട്ടറി യൂസഫ് കാസിനോ ഉദ്ഘാടനം ചെയ്തു.
മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുരേഷ് ചിത്ര, ജില്ലാ PRO നിഷാർ കാവിലക്കാട് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന PRO ബാബു അലിയാസ് നേതൃത്വ പരിശീലന ക്ലാസ് നയിച്ചു. പ്രമുഖ AI ട്രെയിനർ ഷിബിൻ വേങ്ങരയുടെ നേതൃത്വത്തിൽ AI ക്ലാസ് നടന്നു. ജില്ലാ സെക്രട്ടറി അഫ്സൽ ഐരി സ്വാഗതവും ജില്ലാ ട്രഷറർ PK ഷാജി നന്ദിയും പറഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.